കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിയിൽ വൻ തീപിടുത്തമുണ്ടായതിൽ ദുരൂഹത. പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസ് കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. പള്ളി വികാരിയുടെ പരാതിയിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:45ഓടെയാണ് തീപിടുത്തം ഉണ്ടായത്. ചാലപ്പുറം പുഷ്പ ജംഗ്ഷന് സമീപം ഫ്രാൻസിസ് പാലത്തിന് തുടക്കത്തിൽ റെയിൽവേ പാളത്തിന് തൊട്ടടുത്തായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മതബോധന ക്ലാസുകൾ നടത്തിയിരുന്ന പഴയ കെട്ടിടമാണ് കത്തിനശിച്ചത്. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും സമീപത്തെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മേൽക്കൂരയും ഫർണിച്ചറുകളും ഉൾപ്പെടെ കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. പള്ളിയിലെ രൂപക്കൂട്, വിളക്കുകൾ, തിരുരൂപങ്ങൾ, പ്രധാന രേഖകൾ, പുസ്തകങ്ങൾ എന്നിവയ്ക്ക് പുറമെ പള്ളിപ്പെരുന്നാളിനായി കരുതി വച്ചിരുന്ന സാധനങ്ങളും അഗ്നിക്കിരയായി. സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. സമീപത്തുള്ള പള്ളിയുടെ പ്രധാന വാതിലിനും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇവിടെ ഒരു ഫാദറുണ്ട് വികാരിയായിട്ട്, ഫാദർ ആന്റണി പാലേത്ര. അദ്ദേഹം രാവിലെ ഒരു 4:50-5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഇവിടെ തീ കണ്ടിട്ട് മറ്റുള്ളവർ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് വന്ന് പോലീസുകാർ വന്ന് തീ അണച്ചു. പിന്നീട് CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദുരൂഹത പോലെ കാണുന്നുണ്ട്. ഒരാൾ അതിലൂടെ ആ ടൈമിൽ തന്നെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കത്തിനശിച്ചത് പള്ളിയുടെ ഓഫീസ് എന്ന് പറയാം, പഴയ ഓഫീസ്, പള്ളി മേട എന്നാണ് നമ്മൾ വിളിക്കാറ്. അവിടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് വികാരി അച്ഛൻ്റെ കാറ് അതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറും അതിനുശേഷം ഈ ഓഫീസിൻ്റെ 2 മുറികളുമാണ് കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. ആരോ മനഃപൂർവ്വം തീയിട്ടതാകാമെന്ന സംശയത്തിലാണ് ഇടവകയും പോലീസും. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 4 മണിക്ക് നടന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ കുറച്ച് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും ആരാണ് പ്രതി, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയാണ് സെയിന്റ് പാട്രിക്സ് ചർച്ച്. News 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.